സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനെ ഓർത്ത്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കഥാനദാസനാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി കണ്ട കർത്താവിൻ്റെ മഹത്വം ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ഒരു ജീവിതാനുഭവം. വളരെ സന്തോഷമുണ്ട്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷ എല്ലാ ദൈവമക്കൾക്കും വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവെ, പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ വിടുതലിന്, അനുഗ്രഹത്തിന്, ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്ത് കർത്താവേ. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും വിടുതലുകളും ഒക്കെ ഉണ്ടാകണം. അങ്ങനെ ചെയ്യാൻ അവിടുന്ന് വിശ്വസ്തനാകിയാൽ സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യവും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ പകരണം. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ദോഷങ്ങളെ ക്ഷമിച്ചാട്ട് ദൈവമഹത്വം വെളിപ്പെടുത്തിക്കാട്ട്. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. സകല മാനമോഹത്തോടത്തേക്ക് യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ടെന്ന്. പ്രിയപ്പെട്ട പ്രിൻസ് സാറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ പ്രിൻസ് പി ശാമുവിൻ, അദ്ദേഹം ന്യൂ ലൈഫ് ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ MD അവിടെ സ്റ്റാർട്ട് ചെയ്തത്. സാറ് ബോംബെയിൽ കോൺടാക്ട് ക്ലാസ്സിനൊക്കെ വരുമ്പോൾ അങ്ങനെ എൻ്റെ അധ്യാപകനായിട്ട് സാറ് വന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ എൻ്റെ അധ്യാപകനാണ്. ദൈവത്തിന് സ്തോത്രം. ആ വിധത്തിൽ ഒത്തിരി സന്തോഷത്തോടു കൂടെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ഡോക്ടർ പ്രിൻസ് ശാമുവേൽ ഡാളസിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ എൻ്റെ കഥയുടെ സെക്ഷനിലേക്ക് സാറിനെ വെൽക്കം ചെയ്യാണ്. വെൽക്കം സാർ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. നമ്മൾ കഴിഞ്ഞ എൻ്റെ ഗ്രാജുവേഷനാണ് ലാസ്റ്റിൽ നമ്മൾ തമ്മിൽ കണ്ടത്, ചെറുവക്കൽ വെച്ച്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട് സാറേ. ഒത്തിരി ബന്ധങ്ങൾ പറയാനാണെങ്കിലുണ്ട്. എൻ്റെ സ്നേഹിതൻ പ്രിയപ്പെട്ട ജെയിംസ് മലയിലിൻ്റെ സഹോദരിയാണ് സാറ് വിവാഹം ചെയ്തിരിക്കുന്നത്. ആ വിധത്തിൽ എനിക്ക് തോന്നുന്നു ബോംബെയിലെ ആ ഒരു MDവിന് ഞാൻ ജോയിൻ ചെയ്യുന്നതിനൊക്കെ മുമ്പ് തന്നെ സാറ് ബോംബെയിൽ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ശുശ്രൂഷിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി നല്ല നല്ല അനുഭവങ്ങൾ പറയാനൊക്കെ എനിക്കും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാറിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ കേട്ടു. ഒരു മീറ്റിങ്ങിന് സാറ് പറയുന്നത് വളരെ വലിയൊരു ടെസ്റ്റ് മണിയാണ് സാറിന് ഉള്ളതെന്ന് എനിക്കറിയാം. ഒത്തിരി നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഓർത്ത് സാറിനെ എൻ്റെ ആസാദി ചാനൽ പോലെയുള്ള ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് വിളിക്കുന്നതെന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെ ഒരു മടിയും കൂടാതെ സാർ സമ്മതിച്ചതിനെ ഓർത്ത് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് സാർ. ഇപ്പോൾ ഡാളസിലാണല്ലേ? അതെ, ഡാളസിലാണ്. അസൈൻമെന്റ് IPC ശാലോം ചർച്ചിന്റെ സീനിയർ പാസ്റ്ററായിട്ട് 2 മാസം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട് അതും കേട്ടതില്. പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്, സാറിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ചും ന്യൂ ലൈഫ് ചെറുവക്കലിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അതിനുശേഷം കർത്തൃവേലയിൽ പിന്നെയും താനെ തുടർന്നുകൊണ്ടിരുന്നു. അതിലൊക്കെ അപ്പുറമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച് കൊറിയയിലെ പോളിയോഗിച്ചോ പാസ്റ്റർ ചർച്ചിൻ്റെ ഒരു അസോസിയേറ്റ് പാസ്റ്റർ എന്ന നിലയിലൊക്കെ അല്ലേ, ഒരു ഡിവിഷന്റെ അസോസിയേറ്റ് പാസ്റ്റർ എന്നല്ല, ഫെലോഷിപ്പ് പാസ്റ്റർ എന്നുള്ള നിലയിൽ അതിന്റെ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഫെലോഷിപ്പ് പാസ്റ്റർ. അവരുടെ ഒരു ഭാഗമാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ചർച്ച്, സാറ്റലൈറ്റ് ചർച്ച്. അതിൻ്റെ ഒരു പാസ്റ്ററായിട്ടൊക്കെ സിയോളിലായിരിക്കുമ്പോൾ കൊറിയയിൽ PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് വലിയൊരു ഞാൻ നോക്കി കാണുമ്പോൾ ഒരു വലിയ ഒരു അവസരമായിരുന്നു, ഒരു ഭാഗ്യമായിരുന്നു അല്ലേ സാറേ?
അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കുറെ കഥ കേൾക്കാനുണ്ട് സാറേ. ഞാൻ എക്സൈറ്റഡ് ആണ് സാറിന്റെ കഥ കേൾക്കുന്നതിൽ. പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് കേട്ട് തുടങ്ങാം. കുടുംബത്തെക്കുറിച്ച്, സാർ ജനിച്ചു വളർന്നത് എവിടെയാണ്, നാട്ടിൽ ഉള്ള പശ്ചാത്തലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ സന്തോഷമാണ്. ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ ഒരു ബ്രദറൻ കുടുംബത്തിലാണെന്ന് പറഞ്ഞാൽ എൻ്റെ വലിയപ്പച്ചൻ മാത്രമേ ചർച്ചിൽ സ്ഥിരമായി പോകുന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. എന്നാൽ മാതാപിതാക്കളൊന്നും ആ ലെവലിൽ, അല്ലെങ്കിൽ എൻ്റെ പിതാവ് വിവാഹം കഴിച്ചത് ഓർത്തഡോക്സിൽ നിന്നാണ്. എൻ്റെ മാതാവും പിതാവും, മൂത്ത മകനാണ് ഞാൻ. എനിക്കുള്ള 3 സഹോദരങ്ങളുമാണുള്ളത്. ഞാൻ ജനിച്ചു വളരുമ്പോൾ ആത്മീയ വിഷയങ്ങളിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറെ കാലങ്ങൾ മുൻപോട്ട് പോയി കോളേജ് വിദ്യാഭ്യാസം പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സന്ദർഭത്തിലാണ് കർത്താവിലേക്ക് അടുത്തു വരാനുള്ള മുഖാന്തരം ഉണ്ടായത്. സെൻട്രൽ സ്കൂളുകൾക്കൊക്കെ പോയോ എന്ന് ചോദിച്ചാൽ ഓർത്തഡോക്സിലും ബ്രദറിലും പെന്തക്കോസിലും ഒക്കെ ആയിട്ട് വല്ലപ്പോഴും ഒക്കെ പോയിട്ടേ ഉള്ളൂ. റെഗുലറായ ഒരു സമീപനമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രീഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 2ാം വർഷത്തിൽ എനിക്ക് അണലിയുടെ വിഷബാധയേറ്റു, പാമ്പ് കടിയേറ്റു. അത് എൻ്റെ ബ്രെയിൻ സിസ്റ്റത്തെയൊക്കെ ബാധിച്ചു. ഏകദേശം 2 വർഷത്തോളം കിടക്കയിലാകേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. ഈ കാല് ആംപ്യൂട്ട് ചെയ്ത് കളയണമെന്ന്, അല്ലെങ്കിൽ മുറിച്ച് കളയണമെന്ന് ഡോക്ടേഴ്സ് പറയുന്ന സാഹചര്യത്തിലെത്തി. ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഭവനത്തിലെ മൂത്ത മകന് വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു തകർന്ന ഒരു പശ്ചാത്തലത്തിൽ ഞാനായപ്പോൾ എൻ്റെ ഇളയ സഹോദരങ്ങൾ, എൻ്റെ പിതാവ് ശാരീരികമായി സൗഖ്യമില്ലാത്ത ആളായിരുന്നു. റബ്ബർ ബിസിനസ് ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് എല്ലാം തകർന്ന് ശാരീരികമായി സുഖമില്ലാതെ ഭവനത്തിൽ വന്നു. ജീവിത മാർഗങ്ങളൊന്നുമില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നിരാശയുടെ അനുഭവത്തിൽ ഇനി ഒന്നിനും മുന്നോട്ട് കഴിയില്ലെന്ന് ചിന്തിക്കുമ്പോൾ, ഒരു മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് തന്നോട് ഇടപെട്ട് 50 രൂപയുമായി വന്നതാണ് എൻ്റെ ജീവിതത്തെ മാറ്റം വരുത്തിയത്. കാരണം ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ തിന്മകളൊക്കെ ജീവിതത്തിൽ അടിക്കടിയായി അനുഭവിക്കുന്നത് കൊണ്ട് ദൈവവും ദേവനും ഒന്നും ഇല്ല എന്ന് ചിന്തിച്ച് ജോസഫ് ഇടമുറകിന്റെ പുസ്തകമൊക്കെ വായിച്ച് ഒരു നിരീശ്വര മനസ്സിനുടമയായിട്ട് കഴിയുന്ന കാലഘട്ടം. എന്നാൽ വചനത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ബൈബിളിനെ വിശ്വാസമില്ല. എന്നാൽ ഈ മാതാവ് വന്നിട്ട് പറഞ്ഞു, ദൈവം തന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞ് 50 രൂപ തരിക മാത്രമല്ല, എന്നിട്ട് പറഞ്ഞു, ഇനി നീ 7 വർഷം കൂടെ പഠിക്കും, അനേക ലോകരാജ്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവനാണ്. ബൈബിൾ വായിക്കാൻ അറിയാത്ത ആ മാതാവ് എന്നെ കൊണ്ട് ബൈബിൾ എടുപ്പിച്ച് വായിപ്പിച്ചു. നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഇതാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക. യെശയ്യാവ് 60:1. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആ സന്ദർഭത്തിൽ പ്രീഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നുകൊണ്ട് നോർമലായിട്ടുള്ള ബുദ്ധിയുള്ള സന്ദർഭത്തിൽ പോലും ഇംഗ്ലീഷിന് 100-5, ഹിന്ദിക്ക് 75-9, ഇങ്ങനെയൊക്കെയാണ്. മാത്സിന് മാത്രം ഒരു 31 അല്ലെങ്കിൽ പകുതി മാർക്ക്, 60-31 മാർക്ക് കിട്ടിയിരുന്നു. എന്നാൽ ഈ ഓർമ്മശക്തി കൂടെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ 5 പ്രാവശ്യം ഞാൻ പ്രീഡിഗ്രി എഴുതി പരാജയപ്പെട്ട് കിടക്കുമ്പോഴാണ് ഈ മാതാവ് വന്നത് പറയുന്നത്. ആ സന്ദർഭത്തിൽ മുൻപും പിൻപും അടയ്ക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ, ഒന്നിനും കഴിയാത്ത ആ പശ്ചാത്തലത്തിൽ മനസ്സ് മുഴുവൻ വളരെയധികം തിന്മ കൊണ്ട് നിറഞ്ഞ ജീവിതമാണല്ലോ എന്നുള്ള ഫീലിങ്ങിൽ, ചിന്തയിൽ, നിരാശയിൽ, ആ ബോണ്ടേജിൽ കിടക്കുമ്പോഴാണ് ഈ വാക്യം എന്നെ ബലപ്പെടുത്തിയത്. എന്നിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ വേലയ്ക്ക് ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. ആ മാതാവിൻ്റെ ചർച്ചിലേക്ക് വിളിച്ചു. അവിടെ 21 ദിവസത്തെ ഫാസ്റ്റിംഗ് നടക്കുക. വരുന്ന ദൈവദാസന്മാരെല്ലാം ദൂത് പറയാൻ തുടങ്ങി. അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അന്യഭാഷയുള്ള ആരാധനയും ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭവം. എന്നാൽ 27 ദൈവദാസന്മാര് ആ സന്ദർഭങ്ങളിൽ പല മീറ്റിങ്ങുകളിലായിട്ട് വന്ന് പലരും അനേകം കൃപാവരപ്രാപ്തരായിരുന്നു. അവരെല്ലാം ദൂത് പറഞ്ഞു സുവിശേഷ വിലക്കുള്ളതാണ്. അത് കേട്ടുകൊണ്ട് അവിടുത്തെ അന്നിരുന്ന പാസ്റ്റർ KV ദാനിലൂട്ടി എന്ന് പറഞ്ഞ പാസ്റ്ററാണ് താൻ തന്നെ ഒരു ആപ്ലിക്കേഷൻ മണക്കാലിൽ നിന്ന് വരുത്തി അതിന് പൈസ കൊടുത്ത് അതിനകത്ത് ടെസ്റ്റ് മണി എഴുതി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് എന്നെ ബൈബിൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു. വേറൊരു വഴിയുമില്ലാത്തത് കൊണ്ട് സുവിശേഷ വേല എന്നുള്ള ഇതിലേക്ക് വരാനുള്ള താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. എല്ലാ വഴികളും അടഞ്ഞു. വഴിയൊന്നും അറിയാത്തത് കൊണ്ട് ആ ഒരു വാക്കിന്റെ പുറകിൽ ഇറങ്ങിത്തിരിച്ചതാണ്. എന്നാൽ കർത്താവ് അത്ഭുതവാനാണെന്ന് തെളിയിച്ചു.
ബൈബിൾ സ്കൂളിൽ ചെന്നപ്പോഴും പഠിക്കാനൊന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ്, ഓർമ്മയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവിടെ പഠനം തുടരാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഹൃദയം തകർന്ന് ചാപ്പലിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ അഭിഷേകത്താൽ നിറച്ചു. അന്യഭാഷ അടയാളത്തോടുള്ള അഭിഷേകത്തിൽ നിറയ്ക്കുക മാത്രമല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു വലിയ മാറ്റം വരികയാണ് ചെയ്തത്. അത്ഭുതകരമായി എൻ്റെ പഠനത്തിൻ്റെ സ്ഥിതികൾ മാറാൻ തുടങ്ങി. ആ കാലയളവിൽ എന്നോടുകൂടെ പഠിച്ച ആളുകളുടെ ഏറ്റവും ലാസ്റ്റിലായിരുന്നു ഞാൻ. അതിൽ 3-ാം സ്ഥാനത്താണ് BTH കംപ്ലീറ്റ് ചെയ്ത് പുറത്തു വരാനിടയായത്. അങ്ങനെ അത് മാത്രമല്ല, 5 പ്രാവശ്യം പ്രീഡിഗ്രി എഴുതി തോറ്റിട്ട് 6-ാം പ്രാവശ്യം എഴുതാൻ കരുത്തില്ലായിരിക്കുമ്പോൾ പരീക്ഷിച്ച് ഞാൻ പരീക്ഷ എഴുതിയിട്ട് പോന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ പ്രീഡിഗ്രി പാസ്സായി. അതെന്നെ വിശ്വാസത്തെ ഒന്നുകൂടെ ബലപ്പെടുത്തി. പിന്നീട് ബൈബിൾ സ്കൂളിലെ പഠനത്തിന് വീട്ടിൽ നിന്ന് 1 രൂപ പോലും തന്നെ സഹായിക്കാനുള്ള കാര്യങ്ങളില്ലായിരുന്നു. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കി വിശ്വാസത്താൽ എത്രത്തോളം പഠിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നെങ്കിലും 4 വർഷം മണക്കാലയിൽ ബൈബിൾ പഠിക്കാനുള്ള അവസരം ദൈവം തന്നു. പിന്നീട് ട്രിപ്പിൾ മെയിൻ BAയും BDയും MDHും ഡോക്ടറേറ്റും വരെ എടുക്കാനുള്ള അവസരത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. MSc സൈക്കോളജിയും MA ക്രിസ്ത്യൻ സ്റ്റഡീസും ഒക്കെ എടുക്കാൻ ദൈവം അവസരം തന്നു. അത് എൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളായിരുന്നു. പ്രീഡിഗ്രി പരാജയപ്പെട്ട സ്ഥാനത്ത് ആ സാക്ഷി ഞാൻ വിയ്യപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പരസ്യത്തിന് ഇങ്ങനെ പറയുമ്പോൾ ചിലരൊക്കെ പല പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നു. അത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോഴേ BTH മണക്കാലയിൽ നിന്ന് ടീംവർക്കിന് വിട്ടതാണ്. ആ വിയ്യപുരത്ത് പരസ്യത്തിൽ നിർബന്ധത്താലാണ് എൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് ഞാൻ തയ്യാറായത്. ആ സന്ദർഭത്തിൽ ഈ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളത്തിനകത്ത് വന്നു, ഈ സാക്ഷ്യം പറയുന്നതിന് ഒരു ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് വിലയുണ്ടായിരുന്നു. അപ്പോൾ അത് ലോകത്തൊരു മനുഷ്യനോടും പറയാൻ കഴിയില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ തന്ന താല്പര്യമായിരുന്നു എന്ന് എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് മാത്രം പഠനത്തിനുള്ള താല്പര്യം ഉണ്ടായി. ഒരാഴ്ചത്തേക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയതാ. കാരണം പലരും തന്ന ചെറിയ സംഭാവനകളായിട്ട് തന്ന പൈസകൾ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഈ 50 രൂപ കൊടുത്ത് റേഷൻ മേടിക്കുന്ന ആ ഒരു സ്ഥിതിയിലാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നാൽ ദൈവം പിന്നീടുള്ള 4 വർഷം ഒരു അത്ഭുതകരമായ ഇടപെടലിലൂടെ KPONന്റെ 200 രൂപ വെച്ചുള്ള സപ്പോർട്ടിലാണ് 6 വർഷം ഭവനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് മണക്കാലിൽ പഠിക്കാൻ കഴിഞ്ഞത്. ദൈവം സഹോദരങ്ങളുടെ ഒക്കെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി അത്ഭുതകരമായി നടത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി കാണാനിടയായി. ഇന്ന് ഇളയ 2 സഹോദരങ്ങൾ, ഒരാളുടെ കുടുംബമായി ഓസ്ട്രേലിയയിൽ, ഒരാൾ കുടുംബമായി ഇംഗ്ലണ്ടിൽ, ഒരാൾ കുടുംബമായി സൗദി അറേബ്യയിലായിരുന്നു, 2ാമത്തെ സഹോദരൻ. എല്ലാവരെയും ദൈവം അത്ഭുതകരമായി അനുഗ്രഹിച്ചു. ഞാൻ എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏറ്റെടുത്തു എന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. അവരെയൊക്കെ ദൈവം അത്ഭുതകരമായി നടത്തി. എന്നെയും ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. 96-ൽ വിവാഹിതനായി. 96-ല് അതും ഒരു വെളിപ്പാട് കണ്ടാണ് സൂസന്റെ പിതാവ് ഈ പ്രപ്പോസൽ ആലോചിക്കാനായിട്ട് ഇടയാക്കുന്നത്. ഞങ്ങളുടെ സാഹചര്യമായി താരതമ്യം ചെയ്യുമ്പോൾ യാതൊരു നിലയിലും ആ ആലോചന വരാനുള്ള യാതൊരു സാധ്യതകളുമില്ല. എന്നാൽ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ത്രൂ ഞങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി. ആദ്യമായിട്ട് ദൈവത്തിന്റെ ഇടപെടൽ മുഖാന്തരവും ഒരാളെ മാത്രമേ ഞാൻ കാണാൻ പോയിട്ടുള്ളൂ. ജീവിത സഖിയായി ദൈവം തരുവാനിടയായി. ഏകദേശം 29 വർഷം, 30ാമത്തെ വർഷത്തിലാണ് ഞങ്ങളിപ്പോൾ വിവാഹ ജീവിതത്തിൽ. ദൈവം 2 കുഞ്ഞുങ്ങളെ ദാനം നൽകി. ഒരാള് ഈ കാനഡയില് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അത് മൂത്ത മകൻ ജോഷുവ. ഇളയ മകൾ മെഡിസിൻ 4ാം വർഷം മോൾഡോ എന്ന് പറയുന്ന രാജ്യത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഡാളസിലുണ്ട് വെക്കേഷനോടുള്ള ബന്ധത്തിൽ. ദൈവം കൊണ്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ 96 മുതൽ ആ നിലയിൽ 94 മുതൽ ചെറുവക്കൽ ബൈബിൾ കോളേജില് അധ്യാപകനായി വരാനായിട്ട് അവസരം നൽകി. അതിനു മുമ്പ് തന്നെ ദൈവകൃപയാൽ സഭാ ശുശ്രൂഷയിലേക്ക് ദൈവം നടത്തി വെളിപ്പാട് തന്നൊരു സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചതാണ്. അതോടൊപ്പം തന്നെയാണ് ബൈബിൾ സ്കൂൾ പഠിപ്പീര് നടന്നത്. പാസ്റ്ററൽ ടീച്ചിങ് മിനിസ്ട്രിയാണ് എന്നെ വിളിച്ച വിളി എന്ന് എനിക്ക് മനസ്സിലായി. 94 മുതൽ ഇന്ന് വരെയും അത് 2ഉം ചെയ്യുവാൻ ദൈവം കൃപ നൽകും. ഇതാണ് ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചോട്ടെ സാറേ. കാരണം സാർ പറഞ്ഞത് കുറെ വർഷത്തെ അനുഭവങ്ങൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കും സാറിന്റെ അനുഭവങ്ങൾ കുറച്ചൊക്കെ നേരത്തെ കേട്ടിട്ടുള്ളതായതുകൊണ്ട് ഒരു കൗതുകം കുറച്ചുകൂടെ കേൾക്കണമെന്ന്. ഈ അണലി കടിച്ചെന്നൊരു കാര്യം പറഞ്ഞു. അതെന്തോ സംഭവം, എങ്ങനെയാ സംഭവിച്ചത്? അത്
എൻ്റെ പിതാവിന് ഞാൻ പറഞ്ഞല്ലോ ശാരീരികമായി അല്പം വൈകല്യമുള്ളത് കൊണ്ട് റബ്ബർ ബിസിനസ്സിന് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി വൈകിട്ട് പോകാറുണ്ട്. ബുധൻ ശനി ദിവസങ്ങളിൽ ബിസിനസ്സിന് പോകുന്നത്. അപ്പോൾ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ഞങ്ങളുടെ ഭവനം വരണമെങ്കിൽ പിതാവിന് തോളയിൽ പിടിച്ചു വേണം വരാൻ, ഒരാളുടെ തോളയിൽ. അതിനുവേണ്ടി പോകുന്നതാണ്. ആ പോകുന്ന വഴിക്കാണ് ഈ അണലി ചീറ്റി കന്ന് കടിക്കുന്നത്. അതാരോ ഒരു ഇറക്കമായി, ഒരു കരയേറ്റവും ഇറക്കമുള്ള സ്ഥലമായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ചീറ്റി വന്ന് കടിക്കുകയാണ്. കാലിൽ ഇങ്ങനെ ചുറ്റി അതിനെ വലിച്ചു പറിച്ചെറിഞ്ഞ് ഇത് കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിഷമില്ലെന്ന് അവർ പറഞ്ഞു. കാല് കെട്ടിയിരുന്നു നേരം തന്നെ. ആ കാല് കെട്ടൽ എന്നതിനോട് ബന്ധപ്പെട്ടാണ് ഈ കാലിന്റെ സെൻസേഷൻ നഷ്ടപ്പെട്ടത്. പിറ്റേ ദിവസം വരെയും അത് ആ നിലയിൽ കെട്ട് ഇങ്ങനെ കിടക്കുക, ഭയങ്കര വേദനയോടെ. പിന്നെ വൈദ്യന്റെ അടുത്തെല്ലാം കൊണ്ടുപോയി. 3 ദിവസം കഴിഞ്ഞാണ് വീണ്ടും തലമണ്ടലിലേക്ക് വിഷം കയറുന്നത്. അബോധാവസ്ഥയിലാകുന്നു. പിന്നീട് എനിക്കൊന്നും അറിയത്തില്ല. മാർച്ച് മാസത്തിലായിരുന്നു, ഈ മാർച്ച് മാസം 2-ാം തീയതിയാണ് പാമ്പ് കടിക്കുന്നത്. 6-ാം തീയതിയോട് അടുത്താണ് ഹോസ്പിറ്റലിൽ പോയത്. പിന്നീട് എനിക്ക് ചിലപ്പം ഓർമ്മ വരുന്നത് ഏപ്രിൽ മാസം 14-ാം തീയതി. ഇത്രയും ദിവസം അബോധാവസ്ഥയിലായിരുന്നു. എല്ലാ ഹോസ്പിറ്റലുകളും ഉപേക്ഷിച്ച സമയത്ത് ഡയാലിസിസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു ഡോക്ടർ പരീക്ഷണാർത്ഥം വേറൊരു നിലയിലുള്ള ഡയാലിസിസ്, വേറെ മരുന്ന് കയറ്റി നമ്മുടെ ഇതിന്റെ വിഷത്തിന്റെ അളവിനെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ചെയ്തത്. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലായിരുന്നത് നടന്നത്. അതിനുവേണ്ടി വിട്ടുകൊടുത്തതാ, പരീക്ഷണാർത്ഥം വിട്ടുകൊടുത്തതാ. എന്നാൽ അതിലൂടെയാണ് ദൈവം എന്നെ സൗഖ്യമാക്കുന്ന പ്രോസസ്സിലേക്ക് ദൈവം കൊണ്ടുവന്നത്. എന്നാൽ കാലേ വലിയൊരു മുറിവായി, ഇത് ഇൻഫെക്ഷനായി, മുറിച്ചുകളെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞു 16 വയസ്സേ അന്നേരം എനിക്കുള്ളൂ, നമുക്ക് കുറെ കൂടെ നോക്കാം. 18 വയസ്സ് വരെ ഇങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റ് ഇങ്ങനെ നടന്നു. ബെറ്റാഡിൻ ഓയിൽമെന്റ് ഒക്കെ ഒരു ട്യൂബൊക്കെ ഒരു ദിവസത്തേക്കുള്ളായിരുന്നു. ആ നിലയിലാണ്. പിന്നീടാണ് അവിടെ 2 വർഷം എടുത്തു അവിടെ മാംസമായി വരാൻ. പിന്നെ സ്കിന്ന് ഈ മറ്റേ കാലിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു അവസ്ഥയിലാണ് ആയിരുന്നത്. ആ മുറിവോടുകൂടെയാണ് ഞാൻ മണക്കാലിൽ പോകുന്നത്. ഒരു വഴികളും ഇല്ലാത്ത അവസ്ഥയിൽ ആ മുറിവ് പൂർണ്ണമായി കരിയാത്തൊരവസ്ഥയിലാണ് മണക്കാലിൽ ചെന്നത്. അവിടെ വെച്ചാണ് പൂർണ്ണമായിട്ട് കരിഞ്ഞത്. ദൈവം എന്നെ മുൻപ് അടച്ച് വേലയ്ക്ക് വിളിക്കുകയായിരുന്നു എന്നുള്ളത് അതിലൂടെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. പിന്നെ ദൈവത്തിന്റെ കരുതലും കരുണയും ഇത്രയും കൊണ്ടുവന്നത് നോക്കുമ്പോൾ ഞാൻ തന്നെ എക്സൈറ്റഡ് ആണ്. ദൈവത്തിന് വലിയവ ചെയ്യാൻ കഴിയുമെന്ന് ദൈവം പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഓർമ്മശക്തി നഷ്ടപ്പെട്ടു, പഠനത്തിൽ പ്രശ്നമായി. അതിന് ഒരു വലിയ സാക്ഷ്യമാണ്. കാരണം ഇന്ന് കർത്താവ് ഒരു ഡോക്ടർ എന്നുള്ള പേരോടുകൂടെ അധ്യാപകനായിട്ട് ശുശ്രൂഷയിൽ നിൽക്കാനൊക്കെ കർത്താവ് കൃപ ചെയ്തു. ഒരിക്കലും അല്ലെ, ആ ഒരു സമയത്ത് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് ഇനി ഇങ്ങനെ ഒരു ഭാവി ഉണ്ടെന്നോ, മുൻപോട്ട് പോകാൻ കഴിയുമെന്നോ, അല്ലേ? ഒരിക്കലും ചിന്തിച്ചില്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതാണ് അതിന് കാരണമായെത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ബുദ്ധിയുള്ള സമയത്ത് പോലും ഞാൻ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. കേരളത്തിലെ ഒരു കലഞ്ഞൂരുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം സെന്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷിന്റെ ഒരു സെന്റൻസ് പോലും വായിക്കാൻ അറിയാത്ത ലെവലിലാണ്. മണക്കാലെ വരുമ്പോഴും ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു സെമസ്റ്റർ ബൈബിളിനെ കുറിച്ച് ബിബ്ലിയോഗ്രാഫിയും ഫുട്നോട്ടും ഒക്കെ പഠിപ്പിച്ചപ്പോൾ ബിബ്ലിയോഗ്രാഫി എന്തുവെന്ന് ചോദിച്ചപ്പോൾ ബിബ്ലിയോഗ്രാഫി ഈസ് എ സ്റ്റഡി അബൌട്ട് ബൈബിൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് ഉള്ള ഒന്നും മനസ്സിലാകാത്ത സാഹചര്യമായിരുന്നു. പക്ഷെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്കും ഓർമ്മയുടെ മണ്ഡലത്തിൽ അന്യഭാഷ അടയാളത്തോടുകൂടെ വന്നതിന് ശേഷം ഭാഷാപരമായി എന്നെ ദൈവം വളർത്താൻ തുടങ്ങി. ആ പഠനത്തിന്റെ മണ്ഡലത്തിൽ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളുടെ മെമ്മറി ശരിയായ നില എനിക്ക് ദൈവം തരാൻ തുടങ്ങി. ഫോട്ടോ പോലെ എനിക്ക് തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ തന്നെ എക്സൈറ്റഡ് ആകാറുണ്ട്. എനിക്ക് പറയുന്ന വാക്കുകൾ, ഞാൻ പറയുന്ന ആ വാക്കുകളൊക്കെ ആ നിലയിൽ ദൈവം എന്നെ ബലപ്പെടുത്താൻ തുടങ്ങി. പഠനത്തിലും നല്ല മികവിലേക്ക് വരുവാനായിട്ട് ഇടയായത് കഴിഞ്ഞ് ഞാൻ ട്രിപ്പിൾ മെയിൻ BA 3 BA ഒന്നിച്ച് എടുക്കാനായിട്ട് ഇടയായിരുന്നു 95-ൽ. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ MAക്ക് ഹിസ്റ്ററിയിൽ തുടർന്നു. പക്ഷേ അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് തുടരാൻ കഴിഞ്ഞില്ല. പിന്നീട് ശുശ്രൂഷയിൽ കുടുംബജീവിതവും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഒരിക്കലും ഇനിയും പഠിക്കാനൊക്കെ ഒന്നും ചിന്തിച്ചില്ല. പിന്നീടാണ് ദൈവം ഓരോരോ മുഖാന്തരങ്ങളും വഴികളും ശുശ്രൂഷയെ ഒരുക്കി ഇങ്ങനെ പഠിച്ച് വരാനായിട്ട് ഇടയാത്തിരുന്നത്. പിന്നീടാണ് ഞാൻ BD കണ്ണമൂലയിൽ സെമിനാർ CS സെമിനാറിലാണ് എടുത്തത്. MGHന് സാക്സിൽ പഠിക്കാനായിട്ട് ഇടയായി. ഡോക്ടറേറ്റിന് $30,000 സ്കോളർഷിപ്പിലാണ്
സൗത്ത് കൊറിയയിൽ പഠിക്കാൻ അവസരം തന്നത് ദൈവം. 2006 ഇപ്പോൾ 20 വർഷമായ ഡോക്ടറേറ്റ് കഴിഞ്ഞിട്ട് എത്രത്തോളം ദൈവം നടത്തി. ഒരു BTH ലെവൽ മുതൽ ഡോക്ടറൽ ഓഫ് മിനിസ്ട്രി ലെവൽ വരെ പഠിപ്പിക്കാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. ഇപ്പോഴും ഞാൻ ഡോക്ടർ ഓഫ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലൊക്കെ അനേകം പഠിപ്പിക്കാൻ ദൈവം അവസരം തന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, ദരിദ്രനെ കുപ്പയിൽ നിർത്തി ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം, അത് മാത്രമല്ല ഈ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ലെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കി തന്നു. ശുശ്രൂഷയിലും ജീവിതത്തിലും അത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അതെ സാറേ, പിന്നെ ആ കാലഘട്ടത്തില് പിതാവിൻ്റെ രോഗം, ബിസിനസ് തകർച്ച, വീട്ടിൽ മാറി മാറി രോഗങ്ങൾ, സാറിൻ്റെ ആ ഒരു അണലി കടിച്ച അവസ്ഥ, അപ്പോൾ സമൂഹം നമ്മളെ നോക്കിക്കണ്ടത് ഒരു തകർന്ന കുടുംബം, ഒരു ശാപഗ്രസ്തമായ കുടുംബത്തെ പോലെ കണ്ടത് അല്ലേ? അങ്ങനൊരു തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നു വിളിക്കുന്നത് തന്നെ, ആ ലെവലിലായിരുന്നു അഡ്രസ് ചെയ്യുന്നത് തന്നെ. എന്നാൽ ആ ലെവലിൽ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ശാപം കിട്ടി ഒരു വസ്തുവാണെന്ന് പോലും പറഞ്ഞ സാഹചര്യത്തിലാണ് ഞങ്ങൾക്കൊന്നും വീടും വസ്തുവൊന്നും ശരിക്കും ഉണ്ടായിരുന്നില്ല. വല്യപ്പച്ചൻ വാക്കാൽ പറഞ്ഞ ഒരു 10 സെന്റ് സ്ഥലമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ മണക്കാലിൽ പോയി 94-നോടടുത്താണ് എൻ്റെ വല്യപ്പച്ചൻ തനിക്ക് 10 മക്കളാണ്. അതിൽ മൂത്തതാണ് എൻ്റെ പിതാവ്. എൻ്റെ പിതാവിൻ്റെ മൂത്തൊരു പെങ്ങളുണ്ട്. എന്നാൽ ആൺമക്കളിൽ മൂത്തതാണ് എൻ്റെ പിതാവ്. ആ സന്ദർഭത്തില് വളരെ സുവിശേഷ താല്പര്യതയുടെ കൂടെ ഉള്ള വല്യപ്പച്ചനായതുകൊണ്ട് അദ്ദേഹം ഞങ്ങൾക്കും വീതം വെച്ചപ്പോൾ 50 സെന്റ് സ്ഥലം തന്നു. എന്നാൽ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോഴത്തേന് ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ പോയി. അതിനുശേഷം അത് ഞങ്ങളുടെ കുടുംബത്തിന് പിന്നീട് അനുഗ്രഹമായി മാറി. എന്നാൽ ആ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് ഞാൻ പോയത്, പോകുമ്പോൾ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ. സാറേ, ഇനി ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങൾ കേൾക്കാനുണ്ട്. കൊറിയയിൽ പഠിക്കാൻ പോയ അനുഭവങ്ങൾ ഇതെല്ലാം കേൾക്കണം. പ്രത്യേകിച്ചും കൊറിയയിലെ ആ ഒരു ശുശ്രൂഷ ജീവിതം എങ്ങനെയാണ് സാറിന് ജീവിതത്തിലൊരു ഇമ്പാക്റ്റായി തീർന്നത്, ഞങ്ങൾക്കതെങ്ങനെ ഒരു ഇമ്പാക്റ്റാകും, ഇതൊക്കെ കേൾക്കണം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടെ എനിക്ക് ചോദിക്കണം എന്നെൻ്റെ മനസ്സിൽ വരികയാണ്, പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഒരു അമ്മച്ചി വീട്ടിൽ വന്നു. ആ അമ്മച്ചിയാണ് ആദ്യമായിട്ട് ഒരു പ്രത്യാശ തരുന്ന വചനം പറഞ്ഞത്. അതിനുശേഷം ഒരു ചർച്ചുമായിട്ട് കണക്ട് ആവുകയായിരുന്നു. എങ്ങനെയായിരുന്നു ആ അമ്മച്ചിയുമായിട്ടുള്ള ബന്ധത്തിൽ അടുത്ത സ്റ്റെപ്സ് എന്തായിരുന്നു? ആ അമ്മച്ചി എന്ന് പറയുന്നത് ഒരു കർത്താവിന്റെ ദാസന്റെ മദറിൻലോയാണ് ആയിരുന്നു. ശ്രീ വി ജോർജ് കുട്ടി എന്ന് പറയുന്നവരെല്ലാം ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്നു. ആ അമ്മച്ചിയുടെ മകളും അവരെ കൂടൽ കുഞ്ഞുഞ്ചാൻ എന്നൊക്കെ പറയുന്ന ദൈവദാസന്റെ കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കൃപാവരങ്ങളൊക്കെ പ്രാപിച്ചു ശുശ്രൂഷയിലേക്ക് ജീവിതത്തിലേക്ക് വന്നവരാണ്, വലിയ അനുഭവമുള്ളവര്. എന്നാൽ ഈ അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും കൂടാണ് വരുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ട്. ഇത് തരിക മാത്രമല്ല, എന്നിട്ട് അതിനുശേഷം അവിടെ ഷാരോന്റെ ഒരു ചെറിയ ചർച്ച ആരംഭിക്കാൻ പോയി. അന്നേരം അവിടേക്കാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയത്. അവിടെ 20 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തത്. അതാണ് ജീവിതത്തിന് വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത്. കാരണം ഹൃദയങ്ങളെ തൊടുന്ന നിലയിൽ ദൈവാത്മാവ് സംസാരിക്കുന്ന അനുഭവം, ദൈവത്തിന് നമ്മളെ അറിയാം, നമ്മുടെ പ്രകൃതി അറിയാം, നമ്മുടെ അവസ്ഥ അറിയാം, അടുത്ത ആഴ്ച റേഷൻ മേടിക്കാനുള്ള അവസ്ഥ ഇല്ലെന്നുള്ളത് അറിയാം. ഇങ്ങനെ ഹൃദയം അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് വിശ്വസിച്ചതാണ്, ആ പ്രവചനങ്ങളിലൂടെ വിശ്വസിച്ചതാണ് വചനത്തിലേക്ക് എന്നെ അടുപ്പിച്ചത്. വചനത്തിൽ അന്ന് വലിയ ഉണ്ടായിരുന്നെങ്കിലും വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഇന്നെന്നാൽ വചനത്തിലുള്ള വലിയ ഉറപ്പിലേക്ക് നയിച്ചത് ആ ആഴമായ ആത്മീയ അനുഭവങ്ങളാണ്. ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ദേവദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, റെവലേഷൻ എൻഡ്സ് ബട്ട് ദ റിഡംഷൻ കണ്ടിന്യൂസ്. അപ്പോസ്തലനായ പൗലോസ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും. ദൈവവചനത്തിന്റെ വെളിപ്പാട് അപ്പോസ്തലന്മാരുടെ കാലത്തോടെ തീർന്നെങ്കിലും അതിന്റെ വീണ്ടെടുപ്പിന്റെ പ്രക്രിയയാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വചനത്തിൽ എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾ പ്രസംഗികളാകുമെന്ന്. ഞാൻ എപ്പോഴും സാക്ഷ്യത്തിന് വലിയ വില കൊടുക്കുന്ന ആസാദി ചാനൽ ഇങ്ങനെ അനേകരുടെ സാക്ഷ്യങ്ങൾ ഒരുക്കി ഇങ്ങനെ പറയുന്നത് ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളെങ്കിലും, അതിനുള്ള അവസരം ഉണ്ടായിട്ടുള്ളെങ്കിലും ഞാൻ കണ്ടതൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയ അനുഭവങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാനിടയായി തീർന്നു. സാക്ഷ്യം എന്ന് പറയുന്നത് ലിബർട്ടി ഫ്രം ദ ബോണ്ടേജ് ഓഫ് ഇൻഹിബിഷൻസ്. ഒരു മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന അടിമത്തങ്ങളിൽ നിന്ന് ഈ വചനം ഉറപ്പിക്കപ്പെട്ട് അതിനകത്ത് നിന്ന് അത് ആ വ്യക്തിയെ ലിബറേറ്റ് ചെയ്യുന്നതാണ്. ചില ഫീലിങ്ങുകൾ, ചില തിങ്കിങ്ങുകൾ,
അത് ചില വികാരങ്ങളാണ്, ചില ചിന്തകളാണ്. ആ ചിന്തകളുടെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അനുഭവമാണ് കാണുന്നത്. അന്നേരം നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രക്രിയയാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അന്നേരം ദൈവവചനത്തെ അത് ഉറപ്പിക്കുന്നതാണ്. ദൈവവചനത്തിലേക്കുള്ള വെളിപ്പാടിലേക്ക് അത് നയിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തെ അകത്ത് നിന്ന് റിവൈവ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പത്മോസിന്റെ ഏകാന്ത ദ്വീപിലും യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി എന്ന് പറയുന്നത്. ദൈവികമായ ഇടപെടൽ ഉണ്ടായപ്പോൾ ആ ആത്മീകമായ ഒരു ഉണർവ് ഉള്ളത്തിൽ വ്യാപരിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന സുവിശേഷത്തോടുള്ള എരിവും ദൈവ സ്നേഹവും വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാനുള്ള എല്ലാ അനുഭവങ്ങളും ഉണ്ടായത് ആ ഒരു അനുഭവത്തിലൂടെയാണ്. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അങ്ങനെ ഒരു വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും ആത്മാവിൽ ആ വെളിപ്പാട് ആ മാതാവിൻ്റെ ഉള്ളത്തിൽ കൊടുത്തതാണ് ഇന്ന് ഞാൻ ഏത് സ്റ്റേജിലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമായി തരുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലം മുഴുവൻ ആ അമ്മച്ചിക്കാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം ആത്മാവിൻ്റെ നടത്തിപ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളെ ദൈവം ആത്മാവിൻ്റെ ഗൈഡൻസോടെ അനേകരുടെ ഹൃദയങ്ങളെ സ്പർശിച്ച് വിടിവിക്കാൻ ഇടയാകുന്നു എന്നുള്ള ആ ഒരു വിഷയത്തെ ഉറപ്പിച്ച ഒരു അനുഭവമാണ് എൻ്റെ ജീവിതാനുഭവം. അന്ന് അമ്മച്ചി 7 വർഷം കൂടെ പഠിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പ്രീ ഡിഗ്രി 5 പ്രാവശ്യം തോറ്റി, ഇനി ഞാൻ എത്ര പ്രാവശ്യം എഴുതിയത്, ഇതിൻ്റെ ഡിഗ്രി എന്നുള്ളതേ എൻ്റെ മനസ്സിൽ ചിന്തയുള്ളൂ. ഞാൻ തന്നെ ചിരിച്ചുപോയി. കാരണം മാത്സിൻ്റെ ഒരു ഇക്വേഷൻ പോലും ഓർക്കാൻ കഴിയാത്ത ഒരാൾ പോയി ഇനി പരീക്ഷ എഴുതി ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ബാക്കി സബ്ജക്റ്റ് എല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നെങ്കിലും മാത്സും ഫിസിക്സും കിട്ടുന്നില്ല. അവസാനം അത്രയും പ്രാവശ്യം 5 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടാതെ വന്നിട്ട് പ്രതീക്ഷയറ്റ അവസ്ഥയിലാണ് ഞാൻ പരീക്ഷ എഴുതിയിട്ട് പോകുന്നത്. റിസൾട്ട് വന്നിട്ട് 1 മാസം കൂടെ ഞാൻ നോക്കാൻ പോയില്ല, കാരണം ജയിക്കുന്ന ഒരു പ്രതീക്ഷയില്ല. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ജയിച്ചു എന്നുള്ളത് എൻ്റെ കൂട്ടുകാരൻ മാത്രം എൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ മണക്കാലയിൽ നിന്ന് വന്നിട്ട് അന്നേരം ഞാൻ ഇത് എടുത്തുകൊണ്ട് പോയിട്ടില്ല, ഈ നമ്മുടെ ഈ ഹോൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയിട്ടില്ല. അന്നേരം ഞാൻ വീട്ടിൽ വന്ന് ഫാദർ അത്രയും പറഞ്ഞുകൊണ്ട് ഹോൾ ടിക്കറ്റ് എടുത്ത് കോളേജിൽ ചെന്നപ്പം അവിടെ അച്ഛന്മാരുടെ കോളേജാണ്. അന്നേരം ഒരു ചെമ്മാച്ചൻ അവിടെ ഇരിക്കുന്നത്. ചെമ്മാച്ചൻ ചോദിച്ചു, ജയിച്ച കൂട്ടത്തിലാണോ തോറ്റ കൂട്ടത്തിലാണോ എന്ന് ചോദിച്ചു. അന്നേരം തോറ്റവർ പോലും മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. അന്നേരം ഞാൻ എന്നിട്ട് പറഞ്ഞു, അതൊക്കെ ഉള്ളത് തിരിച്ച് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കാണും, കാരണം എല്ലാവരും മേടിച്ചുകൊണ്ട് പോകേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, തോറ്റവരുടെ കൂട്ടത്തിലായിരിക്കും. പുള്ളി അതിനകത്ത് നോക്കിയിട്ട് അതിനകത്തൊന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, ജയിച്ചവരുടെ കൂട്ടത്തിൽ വല്ലതും നോക്കാൻ പറഞ്ഞു. അന്നേരം കുറച്ച് ഹെഡ് ക്ലാർക്കിന്റെ ബെഞ്ചിൽ ഈ 5-6 അത് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ നേരത്തെ പറയണ്ട, നീ ജയിച്ച കൂട്ടത്തിലാണ്, അത് തിരിച്ചയക്കാനിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അത്രയ്ക്ക് ഉറപ്പില്ലായിരുന്നു കാരണം ജയിക്കുമെന്ന്. പക്ഷെ ദൈവത്തെ പരീക്ഷിച്ച് ഈ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് പോയി എഴുതിയതാണ് ജീവിതത്തിലെ ജയത്തിലേക്ക് നടക്കുക. അതിൻ്റെ ജീവിതത്തിൽ ഒന്നുകൂടെ അല്പം വിശ്വാസം ഉറപ്പിച്ചു. കാരണം എൻ്റെ കഴിവുകൊണ്ടല്ല ജയിച്ചത്, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. പിന്നീട് അതിൻ്റെ വിശ്വാസത്തെ വളർത്താനായിട്ടിടയായി. കർത്താവിന്റെ സ്തോത്രം. വളരെ അത്ഭുതകരമായ ഒരു അനുഭവമാണ്. ദൈവം ഒരു മനുഷ്യനെ തൊട്ടുകഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ്, ഈ കാലത്തിലൊക്കെ പല ആളുകളും അന്യഭാഷാ ഭാഷണത്തെയും ആത്മനിറവിനെയും ഒക്കെ ചെറുതാക്കി സംസാരിക്കുന്ന ആളുകളുണ്ട്, ഇതിലൊന്നും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. പക്ഷേ പ്രിൻസാറിന്റെ ഒക്കെ ഒരു ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും അന്യഭാഷാ ഭാഷണവും ഒക്കെ ജീവിതത്തെ മാറ്റിയ വലിയ സാക്ഷ്യം കേൾക്കുന്ന അനുഭവങ്ങളെ ഖണ്ഡിക്കാൻ ബുദ്ധിമുട്ടാണ്, കഴിയില്ല. എഴുതുന്ന സ്തോത്രം. സാറേ, വിവാഹത്തെക്കുറിച്ച് സാറ് പറഞ്ഞു. ഒന്നിലെ പ്രിയപ്പെട്ട മലയിലെ ഫിലിപ്പ് സാറ് ഒരു വെളിപ്പാട് കണ്ടിട്ടാണ് അല്ലേ ഇങ്ങനെ ഒരു വിവാഹത്തിന്. ഞാൻ സാറിൻ്റെ അനുവാദമില്ലാതെ സാറിൻ്റെ പേര് പറയാതെ പല വേദികളിൽ ആ ഒരു വിവാഹത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിലിപ്പ് സാറിന് ഒരു വെളിപ്പാട് കിട്ടുന്നു, ഈ ചെറുപ്പക്കാരൻ നാളെയുടെ ഒരു വാഗ്ദാനമാണ്, ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്നേരം തന്നെ സാർ എന്ത് ചെയ്യുക, പിന്നെ ഒരു വിവാഹാലോചന കൊണ്ടിരിക്കുക അല്ലേ? അങ്ങനെയാ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ, ശരിയാണോ അത്? ആക്ച്വലി ഞാൻ ആ സെന്ററിൽ ഒരു സഭയുടെ പല സഭ ശുശ്രൂഷ കൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററും അവിടെ ഇവരുടെ ലോക്കൽ സഭയിലെ ജോയി പാസ്റ്റർ എന്ന പാസ്റ്ററും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അന്നേരം ഈ ഫിലിപ്പ് സാറും വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ മൂന്ന് സഭകളിൽ നിന്ന് ഉച്ചയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അന്നേരം ഞങ്ങളോട് കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം ഭാര്യവനും യോനാച്ചായന്റെ കൂടെ നടന്ന ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് രാത്രിയുടെ യാമങ്ങളിലെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ച വെളിപ്പാടുകളിലൂടെ കാര്യങ്ങൾ.
ഞാൻ തന്നെ ചില പ്രപ്പോസല് സൂസന് വന്നപ്പോൾ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞ് എന്റെ കോണ്ടാക്ട്സ് മുഖാന്തരം ഞാൻ പലതും അന്വേഷിക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററുടെ സഭയിൽ ഞാൻ ഇരിക്കുക. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, പലരും കല്യാണം ആലോചിക്കുന്നുണ്ട്, എന്തോ ചെയ്യണം, ഇവിടെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, അന്നത്തെ സഭയില് ആകെ 5-6 വിശ്വാസികളേ ഉള്ളൂ, സ്തോത്ര കാഴ്ചയും ദശാംശം എടുക്കുന്നില്ല, ഒരു കേസിൽ നടക്കുന്ന സമയമാണ് ചർച്ചിൽ. അന്നേരം ഈ വീട്ടുകാർ മാത്രം വണ്ടിക്കൂലിക്കുള്ള പൈസ ചിലപ്പോഴൊക്കെ തരും, അത്ര മാത്രമേ ഉള്ളൂ. സ്തോത്ര കാഴ്ചയും ദശാംശം ഒന്നും സഭയെ പരസ്യമായിട്ട് എടുക്കുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഉടനെ അന്നേരം ഞാൻ ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ തമാശ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ചെലവിന് കൊടുക്കുമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് അന്നേരം പറഞ്ഞു, ഒരാള് ഇങ്ങനെ ഒരു വെളിപ്പാടിൽ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് വീട്ടിൽ എന്തോ പറയും. അങ്ങനെ എൻ്റെ പിതാവിനെ വന്ന് കണ്ടാണ് ഈ വിവരം ഞാനില്ലാത്തപ്പോൾ അവതരിപ്പിക്കാനായിട്ട് വന്നത്. പക്ഷേ അന്നേരം നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാനും വീട്ടിലോട്ട് വന്ന സമയമായിരുന്നു. അവരിങ്ങനെ പറഞ്ഞു, അന്നേരം വന്നപ്പോൾ വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ജനൽ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്, ഡോറ് ഒന്നും ഇല്ലാത്തൊരു സമയം. എന്നെ കാണാൻ വന്നപ്പോഴേ 50,000 രൂപ കൊണ്ട് തന്നു. അങ്ങനെയാണ് സത്യത്തില് ആ വീടിന്റെ ഒരു ഡോറൊക്കെ ഇട്ട് ഒരു ഫ്രിഡ്ജൊക്കെ വാങ്ങി ഒരു പ്രൈവറ്റ് റൂം പോലും ഇല്ലാത്തപ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അത് വെളിപ്പാടിന്റെ മുൻപിലാണ് വന്നു. അന്നേരം സൂസനോട് പറഞ്ഞു, ഈ സാഹചര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു, അവിടുത്തെ ഇളയ മകളാണ്, എല്ലാവിധ സുഖ സൗകര്യങ്ങളും അറിഞ്ഞിട്ടുള്ള ആളാണ്, അന്നേരം ആ ലെവലിൽ ജീവിക്കുന്ന ഒരാളാണ്. അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞു, അവിടെ ഒരു പാത്രം പോലും എടുക്കാൻ കാണുകയില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു, 1 സെന്റ് സ്ഥലമുണ്ട്, 1 മുറിൽ 1 വീടുണ്ട്, ഇത് മതിയെന്ന് സൂസൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ സെൻട്രൽ പാസ്റ്ററോട് പറഞ്ഞു. അങ്ങനെയാണ് വന്ന് ആലോചിച്ച് വിവാഹം നടക്കുന്നത്. അങ്ങനെയാണ് വിവാഹം നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കണ്ട ഒരാളാണ്. കർത്താവിന് ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പല വേദികളിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന്, പ്രത്യേകിച്ച് വിവാഹ വേദികളിൽ ഞാൻ ഈ കഥ മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റേതാണെന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം, പലപ്പോഴും ഈ കാലത്ത് നമ്മളെ ഈ മാച്ച് മേക്കിംഗ്, രണ്ടുപേരെ കൂട്ടി ഇണക്കാനുള്ള ആ ഒരു പ്രോസസ്സൊക്കെ നടക്കുമ്പോൾ സാമ്പത്തികം ഇങ്ങനെയുള്ളതൊക്കെ വലിയൊരു പരിഗണനയാണ് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ മകളെ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ വിളിയും വിഷനും എന്താണെന്ന് മനസ്സിലാക്കി മാത്രം കൊടുത്താൽ മതി. ഇന്ന് എന്താണെന്നുള്ളതല്ല, നാളെ എന്താകും എന്നുള്ളത് ആത്മാവിൽ കണ്ടു കൊടുക്കുകയാണെങ്കിൽ, അതിന് ഉദാഹരണമായിട്ട് ഞാൻ സാറിൻ്റെ കഥ, ഈ മലയിലെ ഫിലിപ്പ് സാർ എടുത്ത ആ ഒരു തീരുമാനം, ദർശനം കണ്ട് വെളിപ്പാട് കണ്ട് ഇങ്ങനെ ഒരു വിവാഹാലോചന കൊണ്ടുവന്ന കഥ ഞാൻ പല വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇപ്പം വലിയ പണം കാണാം, വലിയ ജോലി കാണാം, പക്ഷെ നാളെ ആ പണവും ജോലിയും ഒക്കെ നഷ്ടപ്പെടാം അല്ലേ സാറേ? തീർച്ചയായിട്ടും. അതേ സമയത്ത് സൂസനെ 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്തിട്ടാണ് ഈ ഇതിലേക്ക് സമർപ്പിക്കപ്പെടുന്നത്. ദൈവാലോചനയിലൂടെ ദൈവദാസന്മാര് 1-2 പേര് ഇങ്ങനെ ദൂത് പറഞ്ഞു. ആ ദൂതുകൾ തൻ്റെ ജീവിതത്തെയും ഇതിലേക്ക് ഉറപ്പിച്ചു. സുവിശേഷം ഇപ്പോൾ അവൾ ക്രിസ്തുവിനെ നിന്ന് സഹിച്ചാൽ എന്നുള്ള നിലയിലാണ് ഒരുക്കപ്പെട്ടത്. അങ്ങനെയാണ് സൂസനും ആ കാര്യത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് വന്നത്. ഞാൻ ഈ കഷ്ടപ്പാട് കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നോ? അല്ല, കോട്ടയത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഫാർമസി പഠിച്ചിട്ടുണ്ട്. അന്നേരം ഇതെല്ലാം കഴിഞ്ഞിട്ട് MGS കോളേജ് പത്തനംതിട്ട പാരലൽ കോളേജില് അവിടുത്തെ ക്ലർക്കായിട്ടും അവിടുത്തെ ടീച്ചറായിട്ടും വർക്ക് ചെയ്യുകയാണ്. BCom വരെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ആ സന്ദർഭത്തിലാണ് ഇതിലേക്ക് ആലോചന വരുന്നത്. പ്രേക്ഷകർക്ക് ഇതൊരു സന്ദേശമായിട്ട് കൈമാറുകയാണ്. വിഷൻ ഉള്ളവർക്ക്, കാലേബ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ മകളെ ഈ പറഞ്ഞ കിരിയത്തടപ്പ് ജയിക്കുന്നവനെ കൊടുക്കുകയുള്ളൂ. ഞാൻ ഇടയ്ക്ക് തമാശയ്ക്ക് എൻ്റെ മോളോട് പറയും, ഞാൻ എൻ്റെ മകളെ ഒരു ഒത്നിയലിനെ കൊടുക്കത്തുള്ളൂ എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ദർശനം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകട്ടെ എന്ന്, എല്ലാ സഹോദരങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഒരു സന്ദേശം ആസാദിയുടെ പ്രേക്ഷകർക്ക് അങ്ങ് കൈമാറുകയാണ്. സാറിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ ഇനിയും കേൾക്കാൻ ബാക്കിയുണ്ട്. സാറേ, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കൊറിയൻ അനുഭവങ്ങൾ കേൾക്കണം, അതുപോലെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അസാധാരണ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ പ്രൊവിഷൻസ്, അത്ഭുതങ്ങൾ എല്ലാം ഞങ്ങൾക്ക് കേൾക്കണം. സാറിന് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചെന്ന് തോന്നുന്നു. അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. അതെ, സ്പെഷ്യലായിട്ട് ഈ പ്രേക്ഷകർക്ക്
ഇതിന് താല്പര്യമുള്ളതെന്നല്ല, അല്ലെങ്കിൽ മീൻസ് അത് അനുസരിച്ച് ചോദിക്കുന്നതിനോട് ഒരു കുഴപ്പമില്ല. അങ്ങനെ പറയുന്നതിന് എനിക്ക് താല്പര്യമുള്ളത്, എനിക്ക് ദൈവം തന്ന അനുഭവങ്ങളൊക്കെ ഫ്രാഗ്മെന്റ്സ് ഓഫ് എക്സ്പീരിയൻസസ്, ഓരോ വചനത്തെ ഉറപ്പിക്കത്തക്ക നിലയിലാണ് ഞാൻ എപ്പോഴും ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ സാക്ഷി 5 മിനിറ്റെങ്കിലും അതിനകത്ത് പറയാറുണ്ട്. കാരണം അങ്ങനെ ഒരു ശുശ്രൂഷയാണ് എന്നെ ദൈവം ഏൽപ്പിച്ചത്. അനേകരെ ദൈവജനം പഠിപ്പിപ്പാന് ദൈവം അതുകൊണ്ട് കൃപ നൽകി. ആയിരക്കണക്കിന് ആളുകളെ ദൈവജനം പഠിപ്പിക്കാൻ ദൈവം അവസരം നൽകി. ചെറുവക്കൽ ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി, ബഥേൽ ബൈബിൾ കോളേജിൽ MDHന് പഠിപ്പിക്കാൻ കഴിഞ്ഞു. പെനിയൽ ബൈബിൾ സെമിനാരി, ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി, അതുപോലെ തന്നെ ഏഷ്യൻ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയിൽ, അതുപോലെ തന്നെ കാട്ടാക്കട ബഥേസ്ത ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡൂലോസ് ബിബ്ലിക്കൽ സെമിനാരി, അന്ത്യോക്യ മീൻസ് കൊറിയയിലും 2 യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാൻ ദൈവം അവസരം നൽകി. ലോകരാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ പഠിക്കുന്ന സ്ഥലമായിരുന്നു ആന്റിയോക്ക് ബിബ്ലിക്കൽ സെമിനാരി. അതുപോലെ തന്നെ ബിബ്ലിക്കൽ തിയോളജിക്കൽ സെമിനാരി 2 അടുത്ത് പഠിപ്പിക്കാൻ അവസരം ലഭിച്ചു. അത് ഇന്തോനേഷ്യ, പിന്നെ ഈ ഇറാൻ, ഇറാഖ് എന്നിവിടെ നിന്നുള്ള പൊളിറ്റിക്കലായ ആളുകളൊക്കെ, പൊളിറ്റിക്കൽ അഭയാർത്ഥികളായ ആളുകൾ അവിടെ വന്ന്, ആ രാജ്യത്ത് വന്ന് അഭയം പ്രാപിച്ചവർ, മുസ്ലിംസ് ആയിട്ടുള്ളവരൊക്കെ രക്ഷിക്കപ്പെട്ടവരെ അവരെ ട്രെയിൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം അവിടെ അവസരങ്ങൾ നൽകി. അത് ഒക്കെ എന്നെ ഭയങ്കരമായി എക്സൈറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം ദൈവാത്മാവിനാൽ തുറന്നു തന്നുകൊണ്ട് ശിഷ്യവൃന്ദങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ, എവിടെ ചെന്നാലും അനേകരെ കാണാനിടയാകുമ്പോൾ, നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് നമുക്കപ്പുറത്ത്, നമ്മൾ അന്ന് ത്യാഗത്തോടായി ശുശ്രൂഷയിൽ നിന്നത്, ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും എന്ന് പറയുമ്പോൾ, ഒരു ടീച്ചിങ് മിനിസ്ട്രിയിൽ നിൽക്കുന്നതിൻ്റെ സ്ട്രഗിൾ ഒരുപാടുണ്ട് എല്ലാ വിഷയങ്ങളിലും. എന്നാൽ അത് കണ്ടിന്യൂ ചെയ്യാനിടയായി തീർന്നതുകൊണ്ട് അനേകര് ദൈവജനം പഠിക്കുന്ന കർത്താവിൻ്റെ വേലിൽ നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ സംതൃപ്തിയാണ് നൽകുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയ അനുഭവമായിട്ട് അതിനെ ഞാൻ കാണുന്നു. അപ്പോൾ തന്നെ പാസ്റ്ററൽ മിനിസ്ട്രിയിലും പയനിയർ വർക്കാണ് കൂടുതലായി ഞാൻ ചെയ്തിട്ടുള്ളത്. ദൈവാത്മാവ് പറയുന്ന സ്ഥലത്ത് അന്ന് മുതൽ ഇന്ന് വരെയും ആത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ചാണ് ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ വരെ വന്നത്, ദൈവം കൊണ്ടുവന്നു. ഈ ഇത്രയും നാളത്തെ അനുഭവങ്ങളിൽ ഓരോന്നും എൻ്റെ ഹൃദയം അറിഞ്ഞ് ദൈവം അന്ന് മുതൽ ഇന്ന് വരെയും ഇടപെട്ടും നടത്തിയും വഴി തുറന്നും അത്ഭുതങ്ങളിലൂടെ നടത്തിയിട്ടുള്ളത്. ഞാൻ കൊറിയയിൽ ഡോക്ടറേറ്റിന് പഠിക്കാനായിട്ട് ചെല്ലുന്നവണെ ഞാൻ MDH സയാക്സിൽ ചെയ്തിരുന്നു. STM ആണ് കിട്ടിയത്. അത് കിട്ടിയതിന് ശേഷം ഞാൻ ആപ്ലിക്കേഷൻ MDHന് കൊടുത്ത ആപ്ലിക്കേഷനാണ് കൊറിയയിൽ ഡോക്ടറേറ്റിനാവുന്നു. അന്ന് 2500 ആപ്ലിക്കേഷൻ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അതിനകത്ത് നിന്ന് 5-6 വർഷങ്ങൾ ഇന്ത്യയിൽ നിന്ന് ആരെയും എടുക്കാതിരുന്നിട്ടാണ് 5 പേരെ അന്ന് എടുത്തത്. ആ 2500 ആപ്ലിക്കേഷൻസിനകത്ത് 5 ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ യൂണിവേഴ്സിറ്റി അവിടെയുള്ള ചർച്ചുകളെയും വ്യക്തികളെയും ഓർഗനൈസേഷൻസിനെയും സമീപിക്കും നമ്മുടെ ടെസ്റ്റിമണിയുമായിട്ട്. ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് 40 പേരെ മാത്രമേ അവർ എടുക്കത്തുള്ളൂ. ആ 40 പേരുടെ സ്പോൺസേഴ്സ് കിട്ടിയെങ്കിലേ അത് എടുക്കത്തുള്ളൂ. എനിക്ക് വേണ്ടി ഒരു അൺനോൺ സ്പോൺസറാണ്, ഇന്ന് വരെ പേര് വെളിപ്പെടുത്താത്ത ഒരു സ്പോൺസറെയാണ് വിളിക്കുന്നത്. അവർ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ MDH നിന്ന് ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് അവിടുത്തെ ഇന്റർനാഷണൽ രജിസ്ട്രാർ പറയാൻ, ഇഫ് ഐ ആം ഇൻ ദിസ് ഓഫീസ് ഐ വിൽ നെവർ അലൗ യു ടു ചേഞ്ച് യുവർ പ്രോഗ്രാം എന്ന് പറഞ്ഞു. അന്ന് രാവിലെ ഞാൻ അവിടെ ചെന്നു. വളരെ തണുപ്പും, ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റും ഇല്ല. ആകെപ്പാടെ വിഷമിച്ച് കരഞ്ഞ് അവിടെ പ്രയർ മൗണ്ടൻ എന്ന് പറയുന്നത് 4 അവിടെ ഒരു ചെറിയ മാടം പോലെ, നമ്മുടെ 4 മരത്തേലാണ് ഒരു പ്രയർ മൗണ്ടൻ പോലുള്ളത്. ഒരു ഗോവേണി അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലൊരു അതിനകത്ത് ചെറിയൊരു ഹീറ്ററുമുണ്ട്. നല്ല കൊടും തണുപ്പാണ് അവിടെ. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ പോയി ഒരൊറ്റ കരച്ചിൽ. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഒരു വാക്ക് പോലും പറയാതെ എനിക്ക് ചേഞ്ച് ചെയ്ത് തരത്തില്ലെന്ന് പറഞ്ഞത് കേട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ബെല്ലടിച്ചപ്പോൾ ലഞ്ചിന് വേണ്ടി വരുന്ന ഉടനെ ഇതേ വ്യക്തി വന്നിട്ട് വീണ്ടും എന്നെ വിളിക്കുക, സാമുവൽ കം ഹിയർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇഫ് ഐ ആം ഇൻ ദിസ് ഓഫീസ് ഐ വോണ്ട് അലൗ യു ബട്ട് ഐ ആം ഫയർഡ് ഫ്രം ദ ഓഫീസ്. അന്ന് അദ്ദേഹത്തെ ആ ഓഫീസിൽ നിന്ന് ഫയർ ചെയ്തിട്ട് എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വേദനകളും അദ്ദേഹം ആരായിരുന്നെന്നും ആ കോളേജിൽ എന്തായിരുന്നെന്നും ഇതിന്ന് തന്നെ താൻ പോകുന്ന വിഷയവും എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, യു ക്യാൻ അപ്രോച്ച് ദ അക്കാഡമിക് ഡീൻ. അങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യാൻ ചെല്ലുമ്പോൾ എനിക്കിത് അറിയത്തില്ല. അവിടെ 3 മാസം 4 മാസമൊക്കെ എടുക്കും ഒരാളുടെ അപ്പോയിൻമെന്റ് എടുക്കൽ കിട്ടണമെങ്കിൽ. വളരെ 5000-ഓളം പേര് പഠിക്കുന്ന കോളേജാണ്. പക്ഷെ ഞാൻ ചെന്ന ആ വാതിലിൽ മുട്ടുമ്പോൾ അതിൻ്റെ ഓഫീസിന്റെ വാതിൽ കൊറിയൻ ഭാഷയിൽ എഴുതി വെച്ചേക്കുന്നു.
ഇത്രാമത്തെ ഫ്ലോറിലാണെന്ന് മാത്രം ഇദ്ദേഹം പറഞ്ഞു തന്നു. അവിടെ ചെന്നിങ്ങനെ മുട്ടുകയും അവിടെ 3-4 അക്കാഡമിക് ഡീൻസ് ഇരിപ്പുണ്ട്. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡീൻ ആയിട്ടുള്ള ആള് തന്നെ പുറത്തോട്ട് വന്നു. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞു. പക്ഷേ ആപ്ലിക്കേഷൻ അവിടെ ഹാൻഡ് റിട്ടൺ മേടിക്കത്തില്ല, ടൈപ്പ് ചെയ്യണം. അതിനുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പിറ്റേ ദിവസമായി ഞാൻ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് നേരെ രജിസ്ട്രാർഡ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കുന്ന ആള് ഉടനെ അഡ്മിഷൻ ലെറ്റർ പ്രിന്റ് ചെയ്യുക. അതിനകത്ത് പറഞ്ഞു, നോ നീഡ് ഓഫ് യുവർ ആപ്ലിക്കേഷൻ, ഓൾറെഡി യു ആർ ചേഞ്ച്ഡ് ഇൻ ടു ഡോക്ടർ ഓഫ് മിസിയോളജി പ്രോഗ്രാം എന്ന് പറഞ്ഞതിന് ശേഷം അതെനിക്ക് എടുത്തു തരികയാണ് ചെയ്തത്. അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, അന്ന് ലാസ്റ്റ് അഡ്മിഷൻ കമ്മിറ്റിയാണ് നടന്നത്. ഇത് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം അങ്ങോട്ട് പോയപ്പോഴേ ഈ ഫയൽ എടുപ്പിച്ചതിന് ശേഷം 2 ക്ലോസ് വെച്ചുകൊണ്ട് എനിക്ക് ഈ പ്രോഗ്രാമിനൊക്കും മറ്റ് PhD പ്രോഗ്രാമിനൊക്കെ ഇല്ല. ഞാൻ PhD അല്ല, DMS എടുത്തു. അതിന് PhD എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ പേപ്പർ വർക്കുണ്ട്, കുറച്ചുകൂടെ ക്രെഡിറ്റ് അവറുണ്ട്, ഒരു ഫാഷൻ പറയുന്നത്, അതേ ഉള്ളൂ വ്യത്യാസം. കാരണം TOEFL ഞാൻ പാസ്സായിട്ടില്ല, ഇന്റർനാഷണൽ സ്റ്റഡീസ് നേരത്തെ ഇല്ല. ഈ 2 ക്ലോസിലാണ്. ആ 2 ക്ലോസുകളുണ്ടെങ്കിൽ അവിടുത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് PhD പ്രോഗ്രാം കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റിയാണ് ഇതെല്ലാം കോഴ്സ് വർക്ക് ചെയ്യുന്നതെങ്കിലും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അക്സെപ്റ്റൻസോട് കൂടെ കിട്ടത്തുള്ളൂ. ഈ 2 കണ്ടീഷൻസ് നിയമപരമായിട്ടുള്ളത് കൊണ്ട് അതിനോട് ഇക്വാലന്റ് ആയ ഈ DMS പ്രോഗ്രാമിൽ എനിക്ക് അഡ്മിഷൻ തന്ന് ഞാനത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 3 വർഷത്തെ പഠനമാണ്. 2 വർഷമേ എനിക്ക് സ്കോളർഷിപ്പ് ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു 3-ാം വർഷം $10,000 അടയ്ക്കണം. ഞാൻ പറഞ്ഞു അടയ്ക്കാമെന്ന് പറഞ്ഞു. എന്നാൽ കൃപയാൽ 2 വർഷം കൊണ്ട് കോഴ്സ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീസിസും കംപ്ലീറ്റ് ചെയ്ത് 3-ാം വർഷത്തിന് മുമ്പ് തന്നെ ഡിസ്റ്റിങ്ഷനോട് കൂടെ തന്നെ A+ ഗ്രേഡോടാണ് ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം അവസരം നൽകിയത്. അന്നേരം ദൈവം ഒരുപാട് ആ വിഷയങ്ങളിലൊക്കെ വിദ്യാഭ്യാസപരമായി ദൈവം സഹായിച്ചു. നമ്മൾ സാധാരണ നില പഠിച്ചെങ്കിൽ എല്ലാം ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ആ ലെവലിലേക്ക് ദൈവം അക്കാഡമിക്കലായിട്ടും ദൈവം എന്നെ ഉയർത്തി. അതാണ് എൻ്റെ ജീവിതത്തിന്റെ അനുഭവം. ദൈവത്തിന് ഇഷ്ടം. അത് തന്നെ ഒരു വലിയ ദൈവത്തിന്റെ പ്രൊവിഷന്റെ അനുഭവമാണല്ലോ. സാറ് കൊറിയയിൽ ചെന്നിട്ട് പിന്നെ ആ ഒരു യോയിഡ ഫുൾ ഗോസ്പൽ അസംബ്ലി അല്ലേ, അവിടെ ഒരു മിനിസ്ട്രിയിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത് എങ്ങനെയാണ്? ആക്ച്വലി അവിടെ 4.5 ലക്ഷം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് ആ ചർച്ചിന്. 4.5 ലക്ഷം 16 നിലയിലുള്ള എഡ്യൂക്കേഷൻ ഇതാണ് ഉള്ളത്. അന്നേരം ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പോയതൊരു യുണൈറ്റഡ് യൂണിവേഴ്സിറ്റി, ഐഷ്യ യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി എന്ന് പറയും. അവര് പോൾ യോങ്കിച്ചോയെ ശരിക്കും പറഞ്ഞാല് അതൊരു ഹെറിറ്റിക് എന്നുള്ള ചിന്തയിലേക്കായിരുന്നു അവർ മാറ്റി നിർത്തിരുന്ന ചർച്ച. അങ്ങനെ കണക്ഷൻ ചെയ്താൽ വിദ്യാർത്ഥികളെ അവിടുന്ന് പറഞ്ഞു വിടും. ആ ലെവലിൽ നിൽക്കുന്ന സന്ദർഭമാണ്. എന്നാൽ ആ ഒരു സമയമായപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ദുരുപദേശമല്ലെന്ന് പറഞ്ഞ് ശരിയായ ക്രിസ്തീയ പ്രത്യാശയാണ് താൻ പറയുന്നതെന്ന് ഹോപ്പ് ക്രിസ്റ്റോളജിൻ എന്ന് പറയുന്ന ജെറാൾഡ് മോൾട്ട്മാൻ എന്ന് പറയുന്ന ആളിനെ കൊണ്ടുവന്നവര് അദ്ദേഹത്തിന്റെ പഠിപ്പിരികളെല്ലാം ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അക്സെപ്റ്റ് ചെയ്തൊരു സമയമായിരുന്നു. അന്നേരം അവിടുത്തെ സൺഡേ സ്കൂൾ പഠിപ്പിക്കണമെങ്കിൽ MD വേണം. അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. ഞാൻ ഡോക്ടറേറ്റിന്റെ കാൻഡിഡേറ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്നെ വിളിച്ച് സംസാരിച്ചിട്ട് ഫെലോഷിപ്പ് പാസ്റ്ററായിട്ട്, ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പാസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തു. അതെനിക്ക് എല്ലാ ആഴ്ചയിലും $70 വെച്ച് തരുന്നത് കൊണ്ട് എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യാനും അതിലൂടെ എനിക്ക് സാധിച്ചു. എൻ്റെ പഠനം അവിടെ കണ്ടിന്യൂ ചെയ്യാനും ദൈവം അത് വലിയൊരു മുഖാന്തരമാക്കി. അങ്ങനെയാണ് ഞാൻ അവിടെ 2 വർഷം ആ സേവനത്തിൽ ആകാനായിട്ട് അവസരം ദൈവം തന്നത്. അവിടെ സാറ്റലൈറ്റ് ചർച്ച് എന്ന് പറയുന്നത് പല ഭാഷക്കാർക്ക് ഒരു കമ്പനി ഏറിയാണിത്. യോയിദോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചർച്ച്. ഞാൻ എൻ്റെ സാറ്റലൈറ്റ് ചർച്ചിൽ വർക്ക് ചെയ്യുന്നത് ഒയ്ദോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഫാക്ടറികൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അന്നേരം ഇന്റർനാഷണൽ ആളുകൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ആ ഫാക്ടറി ഏരിയക്കകത്ത് ജോലി നഷ്ടപ്പെടുന്നവർക്കൊരു വന്നാൽ അവരെ താമസിപ്പിക്കാനും ഈ ചർച്ച് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ഷെൽട്ടറാണത്. ആ ഷെൽട്ടറിനകത്ത് 5 വലിയ റൂമുകളുണ്ട്, 5 TV സ്ക്രീനുകളുണ്ട്. പോൾ യോങ്കിച്ചോ തിരുവത്താഴം കൊടുക്കുന്ന അതേ സെഷനിൽ ഇവർക്കെല്ലാം നമ്മളിവിടെ തിരുവത്താഴം കൊടുക്കണം. അതുപോലെ തന്നെ അതിനുശേഷം അവർക്ക് ഒരു എല്ലാവരെയും പല ഭാഷക്കാരാണ്. അവർ സാറ്റലൈറ്റ് വഴി അവരുടെ ഭാഷ പ്രകാരമുള്ള സർവീസുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ തിരുവത്താഴം കൊടുക്കുന്നത്. പോൾ യോങ്കിച്ചോയുടെ മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇവരെ ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു സെഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ
അവർക്ക് 1 മണിക്കൂർ ബൈബിൾ സ്റ്റഡിയും അതോടുകൂടെ ആരാധനയും നടത്തിയതിനു ശേഷം അവരുടെ പേഴ്സണൽ കൗൺസിലിങ്ങും അതിനുശേഷമായിട്ട് ഇവർക്ക് ഫുഡ് ആൻഡ് പ്രൊവിഷൻസ് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ഓരോരുത്തർ പ്രാർത്ഥിച്ച് വിടുതൽ ലഭിച്ചതിനനുസരിച്ചാണ് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഓരോരുത്തർ അവിടെ ദൈവസേനയിൽ പ്രാർത്ഥിക്കും, ഇന്ന വിഷയത്തിന് ദൈവം എനിക്ക് പരിഹാരം തന്നാൽ ഈ ഷെൽട്ടറിൽ കൊണ്ടുവന്ന് ഇത്ര പേർക്ക് ഇത്ര ദിവസം ഫുഡ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അവിടുത്തെ വിശ്വാസികൾ, ആ യൂദ് ചർച്ചിലെ വിശ്വാസികൾ കൊണ്ടുവരുന്ന പ്രൊവിഷൻസ് കൊണ്ടാണ് ഈ ഇത് ഷെൽട്ടർ നടന്നുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞാൻ പ്രവർത്തിച്ചത്. അപ്പൊ സാറേ, ഈ പോളിയോങ്കിച്ചോവിന്റെ ചർച്ചിലെ ഒരു ഷെൽട്ടറിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ജോലി നഷ്ടപ്പെടുന്നവർക്ക് അഭയം കൊടുക്കുന്ന, ഇന്റർനാഷണൽ തൊഴിലാളികൾക്ക് അഭയം കൊടുക്കുന്ന, അങ്ങനെയുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ആ ചർച്ചിനുണ്ടായിരുന്നു അല്ലയോ? സാറ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞത് റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അവിടെയൊക്കെ TV സ്ക്രീനൊക്കെ വെച്ച് സുവിശേഷം പറയുന്ന, നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ അങ്ങനെയുള്ളത് ഒന്ന് പങ്കുവെക്കാമോ ആ ചർച്ചിനെ കുറിച്ച്? തീർച്ചയായിട്ടും. അവിടുത്തെ ഈ സഭയുടെ വളർച്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അദ്ദേഹം പറയുന്നത് പ്രയെന്ന് തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ്. പക്ഷെ പ്രാർത്ഥനയെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്നാമത് അവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് ഡെയിലി ഈ ചർച്ച് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പല വർഷങ്ങളുള്ള അനുഭവങ്ങളിൽ ഇങ്ങനെ തകർന്ന ജീവിതങ്ങൾ 5, 10, 15 വർഷം അവിടെ ആയി കഴിയുമ്പോൾ അവരെ പറ്റിയുള്ള ഒരു കൗൺസിലിംഗ്, അവരുടെ അനുഭവ സാക്ഷ്യങ്ങളായിട്ട് കൗൺസിലിംഗ് പങ്ക്തി പോലെ ഈ പത്രത്തിനകത്തുണ്ട്. അന്നേരം ഈ പത്രം വായിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിന്റെ തകർച്ചകളുടെ നടുവിൽ ഇങ്ങനെയുള്ള അനുഭവം കണ്ടാണ് ചർച്ചുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഒന്നാമത് അതൊരു പ്രധാനപ്പെട്ട സോഴ്സ് ആയിരുന്നു. രണ്ടാമത് പ്രയർ മൗണ്ടൻ. അത് അന്നത്തെ കാലത്ത് ഈ ബുദ്ധമതത്തിന്റെ ഏറിയാണത്. അവിടെ ഷാമനിസമാണ് ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. ബുദ്ധമതത്തിനകത്ത് മതവിശ്വാസം, ദൈവവിശ്വാസം ഇല്ലെങ്കിലും സ്പിരിറ്റ് വിശ്വാസമുണ്ട്. നേരെ ഈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മരിച്ചവരെ എല്ലാം അവരടക്കുന്നത് ഉയർന്ന മലകളില്ല. നേരെ പരേതാത്മാക്കളോടുള്ള പ്രാർത്ഥനയാണ് സ്പിരിറ്റ് വർഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിരിക്കുന്ന പർവ്വതങ്ങളിൽ കയറി ചെന്നാൽ ഭയമാണ്, ജനത്തിന് ഭയം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. എന്നാൽ പോൾ യോങ്കിച്ചോ പർവ്വതങ്ങളുടെ വിഷയങ്ങളോട് വന്ന്, സിയോൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു, ദൈവം വസിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർശിച്ച് നോക്കുന്നത് എന്ന് പറഞ്ഞ് ആ നിലയിലാണ് സുവിശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെയാണ് ഇങ്ങനെയുള്ള ചലഞ്ച് ചെയ്യപ്പെട്ട പർവ്വതങ്ങളുടെ മുകളിൽ വരെ പ്രാർത്ഥനാ ഗോപുരങ്ങൾ സൃഷ്ടിക്കുവാൻ അത് വാങ്ങി ആ പൈശാചി ശക്തിയുടെ തലം അവിടെ തകർന്നത് കൊണ്ടാണ് ക്രിസ്തീയ സമൂഹം അവിടെ മൊത്തത്തിൽ വളരാനിടയായത്. ഏകദേശം 200 വർഷം കൊണ്ടാണ് സുവിശേഷത്തിന്റെ വിത്ത് അവിടെ 50% ആളുകളെ, ആ രാജ്യത്തിലെ 50% ആളുകളെ ക്രിസ്തീയ വിശ്വാസികളാക്കിയത്. ആ നിലയിലാണ് 70 വരെയുള്ള 1970 വരെയാണ് അവർ പറയുന്ന വലിയ പീപ്പിൾ മൂവ്മെന്റ് ഇതിലേക്ക് ഉണ്ടായത്. അതിനുശേഷം അത്രയും വലിയ ലാർജസ്റ്റ് ലെവലിൽ ഇല്ല എന്നാണ് കൊറിയക്കാരുടെ അഭിപ്രായം. എന്നാലും സഭ വളർന്നുകൊണ്ടിരിക്കുക, സഭയോടുള്ള വലിയ സ്നേഹത്തിലേക്ക് അവർ വരുന്നു. അന്നേരം ഡെയിലി ന്യൂസ് പേപ്പർ ഇത്, അതുപോലെ തന്നെ അവിടെ ചെല്ലുന്ന ഓരോ വ്യക്തികളെയും 1-to-1 കെയർ. ഇപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ചെന്നപ്പോഴേ നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തി, ഇന്ത്യയിൽ നിന്ന് വന്ന മുക്സാനിം എന്നുള്ള ലെവലിൽ, ഇന്ത്യയിൽ നിന്ന് വന്നൊരു പാസ്റ്ററാണ് പഠിക്കാൻ വേണ്ടെന്നുള്ള ലെവലിൽ ഓൾറെഡി തന്നെ നമ്മൾ കയറുമ്പോഴേ ഇതിന്റെ അഷേഴ്സ് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ പേര് നോട്ട് ചെയ്തുകൊണ്ട് പോയി അവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക. അത്രയ്ക്ക് കെയറിങ്. അത് കഴിഞ്ഞതിന് ശേഷം വിളിച്ചുകൊണ്ട് പോയി അവിടുത്തെ സർവീസുകൾ ഏതെല്ലാം ഉണ്ടെന്നും ഏതെല്ലാം ഏറിയ ഉണ്ടെന്നും അവിടെ നമ്മുടെ അഡ്രസ്സ് എടുത്തിട്ട് നമ്മളെ ഫ്രീക്വൻ്റായി കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ആക്കിയാണ് നമ്മളെ ഇങ്ങനെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള. പിന്നെ ഹോട്ടലുകൾ എന്ന് പറയുന്നത് ഇതിനകത്താണ് ഏറ്റവും നല്ല ഹോട്ടലുകൾ, ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ കെയറുകൾ, ടീത്ത്, അതിൻ്റെ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ആളുകൾ നല്ല ഡ്രസ്സുകളോ എല്ലാം കൊണ്ടുവന്ന് ഫിഷ് ആൻഡ് ലോസ് എന്ന് പറയുന്ന പോലെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ചെറിയൊരു പൈസ $1 കൊടുത്താൽ നല്ല കോട്ട, സ്യൂട്ട കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം അത് മരിച്ചവരുടെ ഒക്കെയാണ്. എന്നാൽ അത് നല്ലപോലെ ഡ്രൈ ക്ലീൻ ചെയ്ത് നല്ല പ്രസന്റബിളായി കൊണ്ടുവരിക. വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്, അതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് പോലും വരുന്നത് ഇവിടെ വന്ന് അങ്ങനെ മേടിക്കുന്നത്. $1 കൊടുത്ത് ഒക്കെ വാങ്ങുന്ന ഡ്രസ്സുകളാണ്. അത് നല്ല ഡ്രസ്സുകളാണ്. അങ്ങനെ എല്ലാ സർവീസും ചർച്ചിനകത്താണ്. അതുകൊണ്ട് സഭയിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. വലിയ വീടുകളുണ്ടെങ്കിൽ അവരെല്ലാം വിളിക്കുന്നത് കം ടു ദ ചർച്ച്. അവിടുത്തെ ഫുഡ് കൂപ്പൺ വാങ്ങി, അത് പൈസ കൊടുത്ത് വാങ്ങി അവിടെ നിന്ന് ടെസ്റ്റിമണി പറയുന്ന അനുഭവങ്ങൾ. അപ്പോൾ തന്നെ
നമ്മൾ അവിടെ കാണുന്നത് TV സ്ക്രീനിലൂടെ 24/7 ഈ ഇങ്ങനെയുള്ള സർവീസുകളും പ്രാർത്ഥനകളും. അതുകൊണ്ട് ഏതൊരു വ്യക്തി ആ ചർച്ചിനകത്തേക്ക് വന്നാലും ഇംപ്രസ്ഡ് ആവും. പിന്നെ സ്പോർട്സും അതിനോട് ബന്ധപ്പെട്ട എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും ചർച്ചിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചർച്ച് സെന്റർ. അതായത് സാറേ, ഒരു ഫാമിലിയെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ, ഒരു വ്യക്തിയെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ വീട്ടിലേക്കല്ല, ഈ ചർച്ച് ബേസ്ഡ് കഫ്റ്റീരിയാസ് അല്ലെങ്കിൽ ഹോട്ടൽസ് ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നല്ലേ, റെസ്റ്റോറൻറ്റ്സ്. എല്ലാ ആളുകളും ഇൻവൈറ്റ് ചെയ്യുന്നത് അങ്ങനെ അവിടെ പക്ഷേ TV സ്ക്രീനിൽ വചനം കാണിച്ചുകൊണ്ടിരിക്കുക. അവരുടെ സാക്ഷ്യങ്ങളൊക്കെ ട്രാൻസ്ലേഷൻ ഉൾപ്പെടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കൂടുതലും കൊറിയൻ ഭാഷയിൽ തന്നെ, എന്നാലും നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സെർവ് ചെയ്യുന്നവരെ ചിപ്സാനിംസ്, ഡീക്കൺസ് എന്നാണ് വിളിക്കുന്നത്. ഡീക്കൺസ് ആൻഡ് ഡീക്കണസ്. ചിപ്സാനിം അവരെ 10 പേരുടെ നേടിലുള്ളവരെ കൊൻസാനിം എന്നൊക്കെ പറയുന്നത് ഡീക്കൺ എന്നുള്ള കൺസെപ്റ്റാണ്, ഡീക്കണസ് എന്നുള്ള കൺസെപ്റ്റ്. അന്നേരം സഭയ്ക്ക് വേണ്ടി സെർവ് ചെയ്യുന്നത്. ഇതെല്ലാം വലിയ സാമ്പത്തികം ഉള്ളവരാണെങ്കിലും ദശാംശം കൊടുക്കാൻ അല്ലെങ്കിൽ സഭയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ വോളണ്ടിയർ ആയിട്ട് ഇങ്ങനെ സർവീസ് ഏറ്റെടുക്കും. സുവിശേഷം പറയാനുള്ള അവസരമാകും. ബർത്ത്ഡേ സെലിബ്രേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ആളുകൾക്ക് പ്രൊവിഷൻസ് കൊടുത്ത് അവരോട് സുവിശേഷം പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഫെസിലിറ്റി. അതൊക്കെ നമുക്ക് അനുകരിക്കാവുന്ന അനവധി കാര്യങ്ങളാണ്. അത് നമ്മുടെ ചർച്ചകളൊക്കെ വിശാലമാകുമ്പോൾ ആ നിലയിൽ വാംതായിട്ടുള്ള കെയറിങ് ആയിട്ടുള്ള ചർച്ചകൾ മാറുമ്പോൾ ജനം സഭയോട് ആകർഷിക്കപ്പെടാൻ മുഖാന്തരമെത്തി. വിശ്വാസികളെ കെയർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനം. വചനം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ വ്യക്തിപരമായിട്ട് അവരെ അറിയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ കെയർ ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കൊറിയയിൽ പോളിയോഗുച്ചോ പാസ്റ്റർ ചർച്ച് മാത്രമല്ല, ആ ചർച്ച് ഗ്രോത്ത് ഉണ്ടായപ്പോൾ അനേക ചർച്ചുകൾ അവിടെ അതുപോലെ തന്നെ വളർന്നു. ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട്. അതെ, സോൾ സിറ്റി തന്നെ നമ്മള് ഫ്ലൈറ്റിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ കുരിശ് നിൽക്കുന്ന അതാ കാണുന്നത്. ഏകദേശം 45,000 ചർച്ചുകൾ ആ സോൾ സിറ്റിയിൽ തന്നെ ഉണ്ട്. അതെല്ലാം ഏറ്റവും ബിഗസ്റ്റ് പ്രസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ് പല ചർച്ചുകളും അവിടെ തന്നെ. 10,000, 15,000, 3,000, 5,000 എന്നൊക്കെ പറയുന്ന ചർച്ചകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ തന്നെ ചെറിയ ചർച്ചകളുമുണ്ട്. എന്നാൽ ഈ ചർച്ച് ഗ്രോത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവരെല്ലാം ഈ പോൾ യോങ്കിച്ചോയുടെ ഹോപ്പ് അവരുടെ മെസ്സേജുമായിട്ടും കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് അവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരുപാട്. അതെ, ദൈവത്തിന്റെ സ്തോത്രം. ഒരു ദേശം വിടുവിക്കപ്പെടുമ്പോൾ ആ ദേശത്തിലെ എല്ലാ സഭകളും അനുഗ്രഹിക്കപ്പെടുന്നു, വളരുന്നു, ദേശം തന്നെ സ്വതന്ത്രമാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാൻ റെഡിയായി തീർന്നു. സാറിന് പറയാം കേട്ടോ, ഞങ്ങൾ കേൾക്കാൻ റെഡിയാ. എനിക്കറിയാം അമേരിക്കയിൽ ഇപ്പോൾ നല്ല ഒരു ലേറ്റ് നൈറ്റിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സന്തോഷമാണ് കേൾക്കുന്നതിൽ. ഓൾമോസ്റ്റ് മിക്കവാറുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രേക്ഷകരോട് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ഉണ്ടെങ്കിൽ, അടുത്ത തലമുറയ്ക്ക് ഇൻസ്പിറേഷൻ ആകുന്ന വാക്കുകൾ പറയാനുണ്ടെങ്കിൽ സാറിന് പറയാം. അതിനുശേഷം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സാറ് തന്നെ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ ആത്മീയമായി മുന്നേറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ന് ആത്മാവിനെ കെടുക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ആത്മാവിനെ കെടുക്കരുത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനപരമായി മാറ്റിയെടുക്കുന്നത്, ആഴങ്ങളുള്ള ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നത്. നാം ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ വലിയ സ്വാതന്ത്ര്യം വെളിപ്പെടുത്തുന്നു. നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും എത്ര കണക്കൂട്ടിയാലും നടക്കാത്ത കാര്യങ്ങൾ നടത്തുന്ന ഒരു ദൈവത്തിന്റെ ഗൈഡൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ജീവിതത്തിൽ അനുഭവിക്കാനിടയായി. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത് ആത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. ലീഡിങ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഇത്രയും ജീവിതാനുഭവങ്ങൾ, ഗൈഡൻസ് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ നൽകിയത് കൊണ്ടാണ്, ആ ഗൈഡൻസിനനുസരിച്ച് ഇത്രയും നീങ്ങിയത് കൊണ്ടാണ് എന്റെ ജീവിതം എന്തെങ്കിലും നിലയിൽ പ്രയോജനപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്റെ കുടുംബത്തിന് തന്നെ ആത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് ഞാൻ നീങ്ങിയപ്പോൾ ഞാൻ എടുക്കേണ്ട ഉത്തരവാദിത്വമല്ല, എന്റെ കർത്താവ് ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്രത്തോളം നടത്തപ്പെടാൻ ഇടയാക്കുന്നത്. ആയതുകൊണ്ട് എന്റെ മാന്യ കേൾവിക്കാരോട് എനിക്ക് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ നമ്മെ വിളിച്ച കർത്താവ് തന്റെ രക്തത്താൽ നമ്മെ കഴുകി പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളാക്കിയാണ് നമ്മെ ആക്കിയിരിക്കുന്നത്. സഭ എന്ന് പറയുന്നത് ഒരു ലോക്കൽ കോൺഗ്രിഗേഷനേക്കാൾ ഉപരി
ഓരോ വ്യക്തികളും ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. റിയലി ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ആത്മാവിൽ ആരാധിക്കേണ്ടത്, സത്യത്തിൽ ആരാധിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അതിലൂടെയാണ് ഏത് കുഴഞ്ഞ വിഷയങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന കർത്താവ് നമ്മെ വിടുവിക്കുകയും നയിക്കുകയും ചെയ്യും. ആ നയിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ അനുഭവം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി സാർ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം സാറേ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ നിത്യ വചനത്തെ, നിത്യജീവന്റെ മൊഴികളെ നിത്യനായ പുത്രനെ ഈ താണ ലോകത്തിലേക്ക് നൽകി വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ, ഞങ്ങളിൽ സകല കൃപകളും പകരുവാൻ, നിത്യസത്യമായ ഹല്ലേലൂയ വചനത്തിന്റെ വെളിപ്പാടുകൾ പൂർണ്ണമായി ക്രിസ്തുയേശുവിൽ കൂടെ വെളിപ്പെടുത്തി തന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ രക്ഷയ്ക്ക് മതിയാക്കുവാനുള്ള തിരുവെഴുത്തുകൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ആ തിരുവെഴുത്തുകളിലെ ദൈവം സ്തോത്രം സാക്ഷ്യങ്ങളിലൂടെ ഇന്നും വീണ്ടെടുപ്പുകാരനാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തരുന്ന അനുഭവങ്ങൾക്കായി സ്തോത്രം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ വീണ്ടെടുക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വചനത്തെ ഞങ്ങളുടെ ഉള്ളത്തിൽ ആഴമായ വെളിപ്പാട് നൽകി ഉറപ്പിക്കുന്നത് ഞങ്ങൾക്ക് നൽകിയ അനുഭവങ്ങളാണല്ലോ. കഴിഞ്ഞ നാളുകളിൽ എളിവന്റെ ജീവിതത്തെ കർത്താവെ പ്രകാരം വിടുവിച്ച അനുഭവങ്ങളെ, താഴ്ചയിൽ നിന്ന് ഉയർത്തിയ അനുഭവങ്ങളെ, ഹല്ലേലൂയ ചോദിച്ചാലും നനച്ചാലും അത്യന്തപരമായി നടത്തിയ അനുഭവങ്ങളെ ഓർത്ത് നന്ദിയോടെ അങ്ങയ്ക്ക് സ്തോത്രം അർപ്പിക്കുന്നു. അങ്ങയുടെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ എളിവിന് നൽകിയ അവസരത്തിനായി സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ കേൾവിക്കാരുടെയും ഹൃദയങ്ങളിൽ അവരുടെ സമസ്ത വിഷയങ്ങളിലും രക്ഷിപ്പാൻ കഴിയുന്ന കർത്താവിനെ കണ്ടുമുട്ടുവാൻ മുഖാന്തരമാക്കി തീർക്കണമേ. അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന സ്തോത്രം, അങ്ങയുടെ വിലപ്പെട്ട സാന്നിധ്യം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഫീലിങ്ങുകളിൽ നിന്ന്, അവരുടേതായ ബോണ്ടേജുകളിൽ നിന്ന്, അവരുടേതായ ചിന്താഗതികളിലുള്ള ബോണ്ടേജുകളിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ചെയ്യാൻ പോകുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ ചാനലിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനും കുടുംബത്തിനുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ കണ്ണുകളെ തുറക്കുവാൻ അങ്ങയുടെ മക്കൾ അനേകരുടെ വിലപ്പെട്ട സാക്ഷ്യങ്ങൾ കൊണ്ടുവന്ന് വചനത്തെ ഉറപ്പിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇന്നലകളിൽ ഇന്നും എന്നേക്കും അനന്യനായ കർത്താവിന് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. സാക്ഷികളുടെ വലിയൊരു സമൂഹത്തെ വീണ്ടും അങ്ങ് എഴുന്നേൽപ്പിക്കുന്ന ഓർത്ത് സ്തോത്രം. സകല മഹത്വം ഞങ്ങൾ അംഗീകരിപ്പിക്കട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുമ്പോൾ ദയതോന്നി പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു. ആമേൻ. ആമേൻ. ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സാറേ. ഒത്തിരി ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം സാറ് വിനിയോഗിച്ചതിൽ, സമയങ്ങൾ അനുവദിച്ചതിൽ ഒത്തിരി നന്ദി പറയുകയാണ്. ദൈവം നീ ധാരാളമായിട്ട് സഹായിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും അസാധ്യയുടെ പ്രേക്ഷകരും പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാറേ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.